ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല ഗൈസ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആംസ്റ്റർഡാമിൽ നിന്ന്. ലൈക്ക് വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷേ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ ഞാൻ അധികം സംസാരിക്കാറില്ല. നമ്മൾ രണ്ടുപേരും എപ്പോഴും അടിയാണ്. അപ്പം പുള്ളിക്കാരിയും ഫാമിലിയും എനിക്കൊന്ന് കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ അവർ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് അവർ പോകും. അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് കണ്ട് പഴയ ഒരു എന്താ പറയല്ല അടിയിടിയൊക്കെ നമുക്ക് അങ്ങ് സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കണ്ടേക്കാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെയാണ് കുറച്ച് മറ്റേ എന്താ പറയുക കീരിയും പാമ്പുമാണ് ഞാനും അവളും. പക്ഷെ ഞാൻ പറഞ്ഞേ നമ്മൾ ഈ ഇഷ്ടമുള്ളിടത്താണല്ലോ അടി ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. സോ ലെറ്റ് സി. കുറച്ച് നാളായി. നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ അടിയും കൂടും. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം അയക്കും, ഞാൻ ആദ്യം അയക്കും എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേസ്. അപ്പം പുള്ളിക്കാരിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് പുള്ളിക്കാരിയെക്കാട്ടി കൂടുതൽ അവളുടെ ഹസ്ബൻഡാണ്. പുള്ളി നല്ല അടിപൊളി ചിൽ മനുഷ്യനാണ്. അപ്പം പുള്ളിയേയും കാണണം. പിന്നെ സാഗർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമൺ ഫ്രണ്ടുണ്ട്. അപ്പം ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളിതിന് മുമ്പേ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് സ്കൈലൈൻ്റെ. അപ്പം അവിടെയാണ് ഈ ആൾക്കാരൊക്കെ എൻ്റെ ഇൻട്രോവേർട്ട് നേച്ചർ കുറച്ചൊക്കെ മാറി വന്നത് ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ്. മനസ്സിലായാലും അവിടെ ഈ സ്പോർട്സ് ഇവൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അല്ലാതെ അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഈ സ്പോർട്സ് തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് ചിൻഡു എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി, ആംസ്റ്റർഡാമിലുള്ള. അപ്പം സാഗറും സെയിം. നമ്മളെല്ലാം ഒരു ഹൗസായിരുന്നു. എന്ത് ഹൗസ് അല്ലല്ലോ, എന്ത് പറയുമല്ലോ, ഒരേ ഗ്രൂപ്പ്. ഈ 4ആയിട്ടൊക്കെ തലം തിരിച്ചിട്ടാണ് സ്പോർട്സ് നടക്കുന്നത്. അപ്പോൾ പുള്ളി ഗുജറാത്തിയാണ് സാഗർ. അപ്പം അവനും കല്യാണം കഴിച്ചു. അവൻ്റെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം അവരെയും കാണാം, എല്ലാവരെയും കാണാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ പിന്നെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാറുണ്ട്, പക്ഷേ ആൾക്കാരധികം കാണാറില്ല. സോ സാഗർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവനെ എന്നിട്ട് ഞാൻ നമ്മൾ ഇതാണ് ഈ പ്രശ്നം. കാണണമെന്നൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഫുൾ സെറ്റപ്പാണ്. പക്ഷേ ഇനിഷ്യേറ്റീവ് ആരും എടുക്കില്ല കൈസ്. അതാണ് പ്രശ്നം. ആരും വിളിക്കാറുമില്ല. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണുമ്പോൾ എല്ലാവരും കാണും. അല്ലാതെ നമ്മൾ ഈ സോളോ ആയിട്ട് സിംഗിളായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നില്ല സമയമെടുത്ത് കാണാൻ പോവുകയോ അങ്ങനെ ഒന്നും നടക്കില്ല. അപ്പോൾ എവള് തന്നെ നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് വന്നുകൊണ്ട് കാണുന്നതേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ ഇവർക്ക് വീഡിയോ കോൾ ചെയ്യാം, എന്തോണോ ചെയ്യാം. ആംസ്റ്റർഡാം എന്ന് പറയുന്നത് മറ്റേ അടുത്ത പ്ലാനറ്റ് ഒന്നും അല്ലല്ലോ. എന്നാൽ ചെയ്യൂല. അവർക്ക് വീട്ടുപണിയുണ്ട്, മറ്റേ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ വന്നിരുത്തും ചോദിക്കുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് പ്രശ്നം. ഫ്രണ്ട്ഷിപ്പുകളൊക്കെ മാക്സിമം അല്ലെങ്കിൽ അധികം ദൂരം സഞ്ചരിക്കാത്തതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്. എന്താ പറയാമല്ലോ, ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചൊക്കെ അവർ സംസാരിക്കാതിരിക്കും. അല്ലെങ്കിൽ ചിലരുടെ മൂഡ് അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് എന്നല്ല, ഞാനും ഇതേ സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പം ട്രൈ ടു കീപ്പ് ഇൻ ടച്ച് ഗൈസ്. ഇപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഓരോരുത്തർ പ്രശ്നങ്ങളുണ്ടാവുമെന്നും മൂഡിലല്ല എന്നൊക്കെ ഉള്ളത്. എന്നാലും ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പം ഈഗോ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം ഞാനും അതന്നെ വിചാരിച്ചു. ഓക്കെ, ഈഗോ ഒന്നും വെക്കുന്നില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ ചൊറിയുന്നതാണ്, കാണില്ല വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും പോണതിന് മുമ്പേ കാണും കഴിയും. അതെന്തായാലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് നമുക്ക് ഒത്തിരി ഗുഡ് മെമ്മറീസ് ഉണ്ടല്ലോ ആൾക്കാരുമായിട്ട്. അപ്പം അതിനപ്പുറം ഇല്ല. നമ്മളെ ഈഗോ ആയാലും നമ്മൾ അടി കൂടുന്നതായാലും എന്തായാലും. സോ ആ ഒരു മെമ്മറീസ് നമുക്ക് എപ്പോഴും വാല്യുബിൾ ആയിരിക്കും. ഷീ ഈസ് വെരി ക്ലോസ്. നല്ല കട്ട കമ്പനിയാണ്. ചൊറിയൊക്കെ ആണെങ്കിലും പാവമാണ് കേസ്. അപ്പം പോയി അവരുടെ ഫാമിലിയും കണ്ടിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ഡിസ്ട്രിക്ട് 7 പോകുന്നത് കേസ്. അവിടെയാണ് ഞാൻ തന്നെ വിളിച്ച് വരുത്തി. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാറ്. ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് വേണമെങ്കിൽ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ബൈ. ഓക്കെ ഗൈസ്, ദിസ് ഈസ് ദ ഫ്രണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന. ആംസ്റ്റർഡാമിൽ പോയിട്ട് എത്ര വർഷമായി പോയിട്ട്? ലാസ്റ്റ് എന്താ 4 years ആയിട്ടിട്ട് ഐ ക്യാൻ കൗണ്ട് എന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് ഓക്കെ മൈക്കും കൂടെ കൊടുക്കട്ടെ, ഒരു മിനിറ്റ്. സിന്ധു പറയൂ. 4 years ഇല്ലേ? 4 years ആയിട്ട് 40 മെസ്സേജ് അയച്ചു. 40 മെസ്സേജ് അത്ര മതി. ആര് 40 മെസ്സേജ് അയച്ചു? ഞാൻ അയച്ചു. ഫുൾ ടൈം മറ്റേ ഇതാണ് എന്തോന്ന്, ബിഗ് ബോസ് കാണല് മാത്രം. ആ സമയത്ത് തമിഴ് ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസ് കാണാൻ. അപ്പൊ അത് കാണുന്ന സമയം മതി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാം. അത് ചെയ്തിട്ട് ഇവിടെ വരണം. കേരളത്തിൽ വരുമ്പോൾ മാത്രം ഒരു സുഖ തിരക്കിലുള്ള ഫ്രണ്ടാണ് കേസ്. പിന്നെ വേറെ കേസ് ഞാനും ചെയ്യാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് നമ്മളും മോശമല്ല. അപ്പം ഈക്വൽ ആണ് കേസ്. നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതണ്ട ലൈക്ക് ഐ ആം ടെല്ലിങ്, നമ്മളെ പോലെ ആവരുത് ഒരിക്കലും ഫ്രണ്ട്സ്. മനസ്സിലായോ? അതിനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്.
Thank you. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ വി ഹാവ് ടു ബി എക്സാമ്പിൾ ഫോർ അതേഴ്സ്. Yes. മനസ്സിലായില്ലേ? ഇതൊന്നും അറിയാത്ത ഒരു നല്ല മനുഷ്യൻ എന്തായിരിക്കുന്നു പുള്ളി. പിന്നെ നമസ്കാരം, ഇവളുടെ ഹസ്ബൻഡാണ് മിസ്റ്റർ നിതീഷ്. മറ്റേ തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ എവിടെയാണ് ബ്രോ? ഏത് രാജ്യത്താണ്? നെതർലാൻഡ്സ് തന്നെ. ട്രാവൽ പരിപാടീസ് ഇപ്പോ ഇവിടെ ടർക്കി, ഓസ്ട്രിയ. ബ്രോ എന്താണ് ചെയ്യണേന്ന് കൂടെ പറഞ്ഞോ, ഇൻട്രൊഡ്യൂസ്. എന്താ ബ്രോടാ ഇത്? ഞാനൊരു കൊച്ചു ജോലി. യെസ്, ആ ജോലിയാണ്. ഫുൾ യാത്രയാണ്. പണ്ട് ക്യാപ്റ്റൻ, പണ്ട് ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പോഴും ക്യാപ്റ്റൻ ആണോ? പണ്ട് ക്യാപ്റ്റൻ ആയിരുന്നു, റിട്ടയർഡ് ക്യാപ്റ്റൻ. പക്ഷെ പുള്ളി പോവാത്ത സ്ഥലമൊന്നുമില്ല കേട്ടാ. ഒരുവിധം എല്ലാ കൺട്രിയും പോയിട്ടുണ്ടെന്നോ അല്ലേ? എവിടെ കൊണ്ടുപോയായിരുന്നോ എവിടെയെങ്കിലും? ഓ മൈ ഗോഡ്. ഓക്കെ, നീ ഇൻട്രൊഡ്യൂസിങ് സാഗർ. പറയൂ സാഗർ. മലയാളം അറിയാമോ സാഗർ? കുറച്ച് ഈസ് ഗുജറാത്തി, പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലെ മെമ്പറാണ്. അനദർ ഫ്രണ്ട് who is available in Kochi but never called. Our time doesn't match us, that's what. Okay. When I This is call Sonia, you, no? Yeah, it's my wife. And this is Sagar's wife, Sonia. Sonia, welcome to my vlog and congratulations. Sonia is going to become my mother soon, and he is going to be a dad. I remember playing badminton with him before his marriage. Long back. And suddenly, in no time, you are a father, man. Imagine, time is like flying. Time flies, right? Time flies. So fast. So, last time when we met, Oh yeah, I think 2 years back. Yeah, 2 years back, he was about to get married. And now that we are meeting, he is going to become a 2 father. years, right? Marriage again. 2 വർഷത്തിന് മുമ്പേ ബാഡ്മിന്റൺ കളിച്ചു ട്രാൻസിഷൻസ്. It's a good one. It's a part of life. നിങ്ങളുടെ പിള്ളേരൊക്കെ എന്ത് പറയുന്നു? വലിയ പിള്ളേരായി കാണുമല്ലോ. 15 and 6 are 13 and 6. Oh wow, nice. अरे इसलिए सारी लड़कियां इंस्टाग्राम में सुंदर लग रही हैं. Vivo portrait effect. സെൽഫി എടുക്കുന്ന നോക്കിയാ വിവോയിൽ ഫുൾ ഫിൽട്ടർ ഇട്ടാണ്. നോക്കട്ടെ, ദൈവമേ, ഇത് ഞാനാണോ? എന്റെ ലൈനും പീപ്പിളും എല്ലാം പോയില്ലേ? ഫുൾ യങ്ങായി വിവോ. ദിസ് ഗൈ സെൽഫി എക്സ്പെർട്ട്. Sagar is always Having Zeus lens. Sagar, which cam? Vivo V30. Vivo V30. Shaz shouldn't hear this. Full Oppo, Vivo and all he yells at. See, but I'm getting whatever I like. Show that picture. Shaz ka picture dikha. Guys, Shazന്റെ ഒക്കെ ലുക്ക് നോക്കിയേ. ഓ, എന്റെ ലുക്ക് നോക്കിയേ ഗൈസ്. താടിയൊക്കെ കറുത്തിരിക്കുന്നത് ഞാൻ. എന്നെ നോക്കരുത്. How is Khushbu? She's doing good. She's an indoor. Okay. രതീഷ് ബ്രോയൊക്കെ പണ്ട് ചുള്ളനായിട്ട് നടന്നതാ. ഇപ്പൊ വെളുത്ത് താടിയൊക്കെ നടത്തും. താടി വെളുത്ത്, നമ്മളെയൊക്കെ താടി വെളുത്ത് ഗൈസ് വിത്തിൻ നോ ടൈം. എന്ത് ചെയ്യാനാ, സമയമൊക്കെ പറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ? അതാണ് സൂംഡ് ഇൻ ആയിട്ടുള്ള എന്റെ ലുക്ക്. ഓ മൈ ഗോഡ്. താടി കളർ ചെയ്യണോ വേണ്ടേ ഗൈസ്? വേണ്ടല്ലേ? എനിക്ക് വലിയ താല്പര്യമില്ല. നോക്കാം ഗൈസ്, ഒരു ദിവസം ഞാനൊരു ചേഞ്ചിന് ഒരു ദിവസം താടി കളർ ചെയ്യും. അത് ബർഗണ്ടി ഇല്ല, only black, natural black color. That's my plan, guys. Let's see. നാച്ചുറൽ ബ്ലാക്ക് ആവാൻ വഴിയില്ല. നാച്ചുറൽ ബ്ലാക്ക് കളർ അടിക്കാമല്ലോ, അതേ ഉള്ളൂ. നാച്ചുറൽ ബ്ലാക്ക് ആവില്ല, പക്ഷേ കളർ അടിക്കും. ഒരു ലോറിയലിന്റെ ഒരു കളർ ഉണ്ട്, ഞാൻ കാണാമല്ലോ. അത് ഡാർക്ക് ബ്രൗണോ അങ്ങനെ. അത് ഇറ്റ് ലുക്സ് ബ്ലാക്ക്, ബട്ട് ഇൻ ദ സൺലൈറ്റ് ഇറ്റ്സ് ഡാർക്ക് ബ്രൗൺ. But when you come into the shade, അത് ബ്ലാക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട്. ലോറിയലിന്റെ കളർ അത് ട്രൈ ചെയ്യും. ഓക്കെ, ലോറിയലിന്റെ കളർ ട്രൈ ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. ലെറ്റ്സ് സീ. Okay, pictures guys. Oh my god, my throwback pictures. Like weird. Look at Shaz. I have many photos. Shaz. Oh, look at Sagar. All beard, black beard people. Like French beard Sagar. French beard Sagar. This was Shaz. we met, no? Oh, enda look at guys. 2019. Oh, that's the full 2x like it on clarity. Okay, wait. I'll zoom in. Okay, you zoom. Okay, this is me. Show Shaz and you.
So like this. Okay. This is Shaz. This is Sagar. This is me. Nice. Throwback pictures, guys. Everything is in his phone. എല്ലാം ഉണ്ട് അവിടെ. Let's see if something else very old which comes out. Oh yes, I You have. have the Barca Oh, pictures. okay, wait 1 second. He has some suspense picture. Oh my God! Wait, Sanu, think whether you want to show that. No, I can Without edit cap, it. without Just say cap. I can edit it. Oh Without shit. cap. This even I have, man. I'm keeping it. ഓക്കെ എന്റെ മുടി പണ്ടത്തെ മുടി കാണണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ക്ലൂ ഇത്രയേ ഉള്ളൂ. ഓക്കെ കഴിഞ്ഞു. ചെറിയൊരു This is ഹിന്റ് our first outing, I think. തൊപ്പിയില്ലാത്ത ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ. This is 20. And Guys. this This is was in Pannapalli Nagar. yeah, Panamali. No, this was taken in front of Skyline when we came back. നോക്ക് ഗൈസ്. അയ്യോ Illala. ഫുൾ കറുത്ത് ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഞാൻ നടക്കണോ? Okay, okay. Outside जब गाड़ी निकाल रहे थे. ഐ തിങ്ക് ഞാൻ correct. വെളുത്ത താടിയിലല്ലേ നല്ലത് ഗൈസ്, കറുത്ത താടിയിലല്ലോ. And There then was something like French toast or something on the first floor. Endo, yeah, correct. പഴയ ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ മെമ്മറീസ് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. Probably, that's right. ഇതിപ്പോ നമ്മള് 3 വർഷമായി ഗൈസ് കണ്ടിട്ട്. ആഫ്റ്റർ 3 years അടുത്ത ത്രോ ബാക്ക് പിക്ചർ എന്താണ്? Either late Eid celebration. ഇത് ഈദ് സെലിബ്രേഷൻ. ദിസ് ആർ ഈദ് പരിപാടി. Food one, guys. ഗൈസ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഈസ് ഹിയർ. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. See my picture. It is very fast. So, guys, food photography in Samsung mobile. ഒരു plate Oh, ന്റെ photo wow. എടുത്താ പോരെ. പഴയ Samsung. പുള്ളി വേറെ ലെവൽ ഫോട്ടോഗ്രാഫറായി മാറിയിരിക്കുകയാണ്. പുള്ളി നല്ല ഫുഡിയാണ്. സോ നിതീഷ് ബ്രോയുടെ ഒപ്പീനിയൻ നോക്കട്ടെ. കണ്ടറിയാം. അങ്ങനെ പുള്ളി അത്യാവശ്യം രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലേ. ദിസ് ഇസ് അവർ സ്റ്റാൻഡേർഡ് ഓർഡർ. എപ്പോഴും വന്ന് ഓർഡർ ചെയ്യും. എന്തുണ്ട് അങ്ങനെയുണ്ട്. Yummy. നൈസ് നോ? Very nice. അങ്ങനെ ഒരു സാധനം ഇത് ഹിറ്റായി. This pickle, what is this? ദാറ്റ് ഈസ് കിംചി, കൊറിയൻ സാലഡ്, കൊറിയൻ അച്ചാർ, Cabbage and pickled cabbage. കൊറിയൻ അച്ചാർ. Just take a little. Nice, no? It's spicy, yeah. ദം കർക്കെ ഖാओ. It's like fermented cabbage. Nice, no? Spicy. So all approved. Yes. Approved stamp. അപ്പൊ 20,000 ഒന്നും ചെലവാവില്ല. ഗൈസ് ഇതാണ് എൻ്റെ ഡ്രിങ്ക്. അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. എന്തോ ഓറഞ്ചും റോസാപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. Very nice. Which one order? Lemon mint. It's quite Very sweet, nice. Taste करके. but it fell on my hands. Wait, let me clean the table. One more shot. Taste. No, I don't. Which one is this? Marry me chicken. Marry me chicken is कौन सा chicken? तुम्हारा, उसका. Okay guys, let's. Sriracha is. Sriracha is mine. Okay, നമുക്ക് on അല്ലേ? It's recording, no? That is for her. Wait, we will reshoot. ഇതാണ് മാരി മീ ചിക്കൻ. ഇത് പിന്നെ സ്ഥിരം ഞാൻ കഴിക്കുന്നതാണ് ചിക്കൻ ബർഗർ. നൈസ്. സിറാച്ച ചിക്കൻ, ഇത് കൊള്ളാം. ലെമൺ, അതെൻ്റെ വലിയ പ്രോൺസ് പാസ്ത. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Let me try it. ഓ കുറച്ച് നല്ല മധുരമുണ്ട്, പക്ഷേ നൈസ് ടേസ്റ്റ്. It's like a huge. അയ്യോ അവിടെ മൈക്ക് തിരില്ലല്ലേ. ബൈക്ക് തിന്നോ? എങ്ങനെയുണ്ട് മറ്റേ എന്തോന്നെ പേര്? സിറാച്ച ചിക്കൻ. നൈസ്. സിറാച്ച ഫ്ലേവർ ഉണ്ടോ? നല്ല ഫ്ലേവറാ, പക്ഷെ കുറച്ച് സ്വീറ്റ് അല്ലേ? യഥാർത്ഥ സിറാച്ചയുടെ ആ ഒരു ടേസ്റ്റ് അല്ലല്ലോ, ഒരു ലോക്കൽ ആയതുകൊണ്ടാണ്. നിന്റെ എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല. കഴിച്ചില്ലേ? വെള്ളം കുടിക്കുന്നതിന്റെ റിവ്യൂ പറ. യു സ്റ്റാർട്ടഡ്? ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് വരാൻ കഴിച്ചു. അലിയോ പ്രോൺസ് പാസ്ത. ഇല്ലല്ല, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് പുതിയൊരു, ഞാൻ പ്രോൺസിൻ്റെ കഴിച്ചിട്ടില്ല ഇവിടെ. സോ ലെറ്റ്സ് ട്രൈ പ്രോൺസ് അലിയോ. I will need more rice. Not for me. You just get it. നോർമലി ഇത് ഞാൻ ബീഫാണ് കഴിക്കുന്നത്. അതിപ്പോൾ പ്രോൺസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അലിയോ പ്രോൺസ്. ഈ നൂഡിൽസ് അടിപൊളിയാണ്. സോ ലെറ്റ്സ് ട്രൈ ഹൗ ഇറ്റ് ടേസ്റ്റ്. What is that drink? Huh? What is the drink? Brownie shake.
Overloaded. It's like a cold shot. ന്യൂ ഫേവറേറ്റ്. സൂപ്പർ സാധനം ഗൈസ്. ആ പ്രോൺസിൻ്റെ ഫ്ലേവറും പിന്നെ ആ പ്രോൺസ് ഇതിൻ്റെ ആ സോട്ടേ ചെയ്ത പാനിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഉണ്ടാക്കുന്നത്. സോ ആ ഫ്ലേവർ മൊത്തം ഇറങ്ങിയിട്ടുണ്ട് സ്പാഗറ്റിയിൽ. You want? ടു ഗുഡ്. അടിപൊളി. കഴിച്ചാടേ നീ? ഇവിടെ It's very tasty. എങ്ങനെയുണ്ട്? Very yummy. വെരി യമ്മിയാണ്. good. ആംസ്റ്റർഡാമിൽ കിട്ടും ഇതേപോലത്തെ സാധനം. അവിടെ ബ്രെഡും ചിക്കനും കിട്ടും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ചിക്കൻ കട്ട് ചെയ്തേ. ആ ബെസ്റ്റ്. എനിക്ക് ചോദിച്ചപ്പോൾ അവള് തന്നെ തിന്നുന്നു. നിനക്കാണോ വേണ്ടത്? ഒരു സ്നേഹമില്ല. ഞാൻ മനസ്സിലായില്ലേ ഗൈസ് എന്തുകൊണ്ടാണ് ഞാൻ അവളത് മിണ്ടാത്തതെന്ന്. ആ തന്നു കേട്ടാ. എന്തോ ഭാഗ്യം. ഇന്ന് മഴ പെയ്യും ഗൈസ്. അയ്യോ ഇപ്പൊ ഡ്രിങ്ക്സ് തട്ടിപ്പോയാ. കൊള്ളാം. നല്ല ജ്യൂസി അല്ലേ ചിക്കൻ? Very good. How is it? Marry me chicken. Did you marry the chicken yet? I'm married. Chicken burger is nice. I try this always. This is one of my favorite burger. Wait, I'll keep it like this. So I can see. First I'll take his reaction. Well, nice. This is noodles and the chicken, no? Yeah, Spaghetti and chicken. spaghetti and chicken. How is it? And it's very Cream. creamy. Tasty. Chicken, you tried? Yeah. I think 1/4 of it through. ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? നെക്സ്റ്റ് എക്സാമില്ല ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പക്ഷെ എനിക്ക് ഇപ്പോഴും All good? All good, all good, all good. പുള്ളി കറക്റ്റ ഫുഡിയാണ് ഗൈസ്. ആണ്ടാ ചോറൊക്കെ വെറുതെ ചോറൊക്കെ വാങ്ങിച്ച് തിന്നെയാണ്. അല്ല എനിക്ക് പറ്റത് മതിയായില്ല, അതുകൊണ്ട് ചോറായി. പക്ഷെ ആ ബെൽ പെപ്പറിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച്. ഇത് Fried rice പോലെ കഴിക്കാം. ഫ്രൈഡ് റൈസ് പോലെ സൈഡ് റൈസ് ആണ്. ആക്ച്വലി ചിക്കൻ സേവ് ചെയ്യണമായിരുന്നു, എന്നിട്ട് പക്ഷേ ഇതിന്റെ കൂടെ എനിക്ക് ക്ഷമ കിട്ടിയില്ല. ക്ഷമ ഇല്ലാത്തോണ്ട് इसका बड़ा free है. ഫുൾ ഫിനിഷ് ആക്കി. ആ ബ്രെഡും ലാസ്റ്റ് പ്രോൺസും. This is too good. Pasta. Guys, must try item. അലിയോ ഒലിയോ പാസ്ത പ്രോൺസ്. ഇത് മസ്റ്റ് ട്രൈ ആണ് guys. അടിപൊളി ടേസ്റ്റ്. പ്രോപ്പർ ഒരു ചെറിയൊരു ഇറ്റാലിയൻ ടച്ച് ഉണ്ട്. സീസണിൽ കുറച്ച് ഗാർലിക് കുറച്ച് കൂടുതലാണ്. കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാൻ പറയാമാണ്. This system is ഗൈസ് ത്രോ ബാക്ക് ആൻഡ് ഓൾ. ത്രോ ബാക്കിന്റെ കളി. ഓ എൻ്റെ അമ്മ എൻ്റെ ലുക്ക് ഉണ്ടാ ഗൈസ്. എങ്ങനെയാണ് ഇരുന്നത് പണ്ട്? എൻ്റെ ഈ ലാസ്റ്റ് ഒരു 5 വർഷത്തിലെ ലുക്ക് എവൻ്റെ ഫോണിലുണ്ട് മൊത്തം. ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റീൽ ഓൾ ദ പിക്ചേഴ്സ്. സെൻഡ് ഓൾ ദ പിക്ചേഴ്സ് ടു മീ ഓൺ വാട്സ്ആപ്പ്. ഓക്കെ this photos are in the ഗ്രൂപ്പ്. ഐ ആം നോട്ട് ഇൻ എനി അതർ വൺ. ഓക്കെ എന്തോ മെസ്സേജ് ഒക്കെ എടുത്തോണ്ട് വരാൻ വേണം. പ്രൂവിങ് എ പോയിന്റ്. ഷിൻഡൂസ് ഫേവറേറ്റ് ഹോബി. എന്തായാലും നന്നായിക്കൂടെ? നോടാവുന്നില്ല. തെളിവൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആംസ്റ്റർഡാമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ പൊടി പോലും ഇല്ല. നാട്ടിൽ വരുമ്പോൾ പിന്നെ ഷോയ്ക്ക് വേണ്ടി 2-3 മെസ്സേജ് അയക്കും. എന്നിട്ട് അതിൻ്റെ പേര് കിടന്ന് ജാടറക്കും. വരും എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. തെളിവ് കിട്ടിയാടി നിനക്ക്? എവിടെയും കാട്ടിയുണ്ട് എൻ്റെ? എന്നെക്കാട്ടും നിനക്ക്? ഇല്ല, ഞാൻ ചുമ്മാ നോക്കിയതാ നീ എന്ത് പറയുന്നുള്ളത്. ഡെഫിനറ്റ്ലി ഉണ്ട് നിനക്ക്. എനിക്ക് നോ കുറച്ചേ ഉള്ളൂ. നോ, നിനക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ പറയുന്നത്. ഇതിന്റെ അപ്പുറം കുറച്ചുണ്ടെന്ന് പറയടാ. ഇല്ല. എന്തിനാ ഞാൻ പറയാറില്ല. അയ്യോ യു ഹാവ് നല്ലപോലെ ഉണ്ട്. Little bit. നിന്റെ നിന്നാണ് ഞാൻ പഠിച്ചത് ഈഗോ. മനസ്സിലായില്ലേ? എനിക്ക് പണ്ട് അത് തന്നെ എന്നെ പഠിപ്പിച്ചത് അവളാ. പറയടാ, പറയുന്നുണ്ടെന്ന് പറയടാ. എനിക്ക് കുറച്ച് ചെറുതായി But your ego is only with me, why? അങ്ങനെയൊന്നുമില്ല. നോ 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 ഐ ആം ലൈക്ക് ദിസ് വിത്ത് എവരിബഡി. No, you are not at all like that. ആണ്. Even Sagar doesn't call you or message you, but whenever he messages, you're talking so nicely to him. ഹൂ സെഡ് ലൈക്ക് ടോപ്പ്? അവനും കൊടുത്തിട്ടുണ്ട് ഞാൻ. Sagar, tell this. You also don't talk to him, right? You also don't message him or call him all. Sometimes he does. Even I message. No. Even I message. You don't at all. But whenever you message, he talks to you nicely. yes. Yes. But whenever I message him, he doesn't talk to me nicely. do you He reply? says, "Where were you all these days?" I said, "I was here." All these days and all these years, all these months.
എടി അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈഗോ, മനസ്സിലായത്? Okay, now every day I will message, you will reply. നോ try, but you can try. No, if I will reply or not, that you can test. What if I reply? What if you send If message? I don't reply, he can get angry. But if he doesn't reply, I have to keep sending messages. Okay. You say something. Support me. Why? I don't want to get in between the Yes. words. Right? I have the same issue. Yes. Come on. Yes. ഓക്കെ, നമ്മൾ സോൾവ് ഫൈനലി. ഓ, ഫുൾ ഇടിച്ച് കൈ തകർത്തവൻ. ഓ, ഇത് ബാക്കിയുണ്ടോ? റൈസ് ഉണ്ട്. എല്ലാം Too much. ഓക്കെ, നമ്മൾ അടി സോൾവ് ആയി. നമ്മൾ ഡെസേർട്ട് കഴിച്ച് ഫുൾ പീസ് ട്രീറ്റ്. ദിസ് ഈസ് ദ സ്റ്റാർ ഓഫ് ദ ഷോ. ഇതാണ് സ്റ്റാർ. അല്ല, ഒന്നുകൂടെ ഉണ്ടല്ലോ, ഒരു സാധനം ഉണ്ടല്ലോ. എന്റെ ചെറുതായി പോയോ? ടേസ്റ്റ് ടെസ്റ്റ്. ആരാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യം? ഫോട്ടോ. ആദ്യം ഫോട്ടോ. ആദ്യം ഫോട്ടോ. ഞാൻ ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുക്കണം. ഇല്ലല്ലോ. ഫോണിൽ മൊത്തം ലൈറ്റും സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ജയ്സ് ബ്രോ മറ്റേ വൺ ഷോട്ട് ആളാണെന്ന് തോന്നുന്നു, ഒറ്റ ഷോട്ടിൽ തീർക്കുന്നു അല്ലേ? അതെ, ഞാൻ one shot. നൈസ്. ഓക്കെ, ഹൂസ് ടേസ്റ്റിംഗ് ഫസ്റ്റ്? I will taste first. അതെ, ഞാൻ ടേസ്റ്റി ആണ്. Hey, Where will it go? See the light. take that kiwi also. That is a combination. What is ice going? What do you mean ice will go? സൂപ്പർ ടേസ്റ്റ് ആണ്. It's changing. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. My God. സെറ്റ് അല്ലേ? അല്ല, Very good. മോശമാണെന്ന് പറയോ? അതാണ് It's അങ്ങനെ really good, പറയണം. പറയണോ? ഇത് നമ്മൾ എല്ലാം കൂടെ കഴിക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് കിവി ഓൾസോ വൺ ബൈറ്റ് ലൈക്ക് Yeah. I don't know. you have to have You the have to have the kiwi. That's when Kiwi it gives you that sour taste. അതിന്റെ With ടേസ്റ്റ് the മൊത്തം sweet and the sour. What is the name of this? That is a creme brulee something. എന്തോ ഒരു ക്രീം. It's very nice. Taste करो. An experiment. അങ്ങനെയുണ്ട്. I'm going to eat it without the kiwi now, okay? Ah. I don't think I like the kiwi. No, that's the taste. കിവി is good. Take with the I kiwi like and it eat. without the kiwi. Thank you. Put the kiwi on top and eat. Very nice. Not with the kiwi, Sagar. अच्छा है. अच्छा ही होगा. Sagar, without kiwi. Without kiwi. With the kiwi सागर only को nice. अच्छा नहीं लगा, मतलब मुझे अच्छा नहीं लगा. सागर सोच रहा है. I'll give my review after 2 minutes. Try. Make Try it. karo, try karo. Not with the So Shindu has corrupted her. Yeah. नहीं चाहिए मुझे. किवी नहीं चाहिए. Try without the. How is it? हाँ, अच्छा है. अच्छा है ना? अच्छा है सर. ഇങ്ങനെയാണ് എടുക്കാവുള്ളത്. എടുത്തിട്ട് Have it with the strawberry. कीवी के साथ टेस्ट किया. Hey, where's the other one? What strawberry? Oh. There. Nice, no? ബോഡി ടേസ്റ്റ്. ആദ്യം ഞാൻ കഴിച്ചതിനെക്കാട്ടി കില്ലോ I ആയിരിക്കും. only have. നല്ല അടിപൊളിയായി. I want. ചോക്ലേറ്റ് Half of kar lo. അതാ, ഷെയറിംഗ് ഈസ് കെയറിംഗ്. Both the hands. Both the hands is taking. She doesn't like chocolate, so. Lucky. കസ്റ്റേർഡ് പൊളി. കസ്റ്റേർഡ് അടിപൊളിയാട്ടോ. With the strawberry also. It's Nice good. it is. നൈസ്. Next എന്താ വരുന്നത്? I didn't like with the kiwi. Next that is much. Ormi cake. ഓർമ്മി കേക്ക് വരും ഗൈസ്, അതും കൂടെ വരട്ടെ. ഓക്കെ ഗൈസ്, എന്തോ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഒഴിക്കണോ? അത് ഹോളാണോ അകത്ത്? പൊടിക്കും. ഓ, അടിച്ച് പൊട്ടിച്ച്. ഇനി അതിലോട്ട് ചോദിച്ചാൽ നോക്കട്ടെ, ഉന്നുണ്ടാകും. ഓ, കറക്റ്റ് ചോദിച്ചു. എൻ്റെ പൊന്നോ, സെറ്റ് സെറ്റ്. ഓ, volcano. ഫുള്ളായിട്ട് ഒഴിക്കണോ? ചോദിച്ചോ ഉള്ള ചോദിച്ചോ. എന്നാലും ഓ, Flourish. വോൾക്കാനിക് ഇറപ്ഷൻ. Go up. Yeah. ഓ, ഇതാണ് സാധനം ഗൈസ്, ഓർമ്മി. ഫുൾ ചോക്ലേറ്റിന്റെ കളി. എന്ത് സന്തോഷം നോക്കിയ കൊച്ചു പിള്ളേരെ പോലെ. ഡിസ്ട്രക്ഷൻ. Thank Ah, you. thank ആ, താങ്ക് യു. എന്താ വലിയ സ്പൂണാ? Sagar, ഇത് തവിയാണല്ലോ ഇത്. Oh, yeah. Thank you. ഇത് ത- only we like chocolates. Oh, yes. What is the strawberry inside? Or no, this is this. How do you eat it? To break it? No, just scoop it out.
I already like this better than what we had before. നീ കഴിച്ച പോലും ഇല്ലല്ലോ. പക്ഷേ chocolate. മോൾട്ടൺ ആണോ? biased ആണ്. മോൾട്ടൺ. Is it hot or what? I just wanted to So you will make me eat it. ഞാൻ What കഴിക്കണം. I can't eat hot. പെട്ടെന്ന് കഴിക്ക്. Too much time these people are taking. Hot I can't have. സിന്ധുവിന്റെ ഒരു ഒപ്പീനിയൻ കിട്ടാൻ Hot? അങ്ങനെയുണ്ട്. കൊള്ളോ? ഓ Yum, എൻ്റെ yum. അമ്മോ. Now everybody will Hey. dig into it. Where is the strawberry one? Da. ഈ സാധനം നൈസ് ആണെന്ന് തോന്നുന്നു. ചോക്ലേറ്റ് You don't ലവേഴ്സ് want മേ it ലവ് also? ഇറ്റ്. Sagar khake बताएंगे. ഞാൻ chocolate lover അല്ല. That is good. പക്ഷേ I think for chocolate lovers it's great. Okay guys. बहुत ज्यादा डार्क है ना. Oh, this is Yeah, hard. dark है. नहीं चाहिए. ഇത് ഹാർഡാണല്ലോ. मुझे नहीं पसंद. എടാ അത് കട്ട് ചെയ്യ്. नहीं पसंद है बहुत ज्यादा. അകത്തൊന്നും ഇല്ലല്ലോ. The outside portion is crunchy. Crispy, yeah. So सागर थोड़ा सा अपनी स्पून में टेस्ट करो. ഈ സാധനമാണ് കഴിക്കാനുള്ള. बिल्कुल थोड़ा. I थोड़ा ही है. ये बहुत सारा है. എനിക്ക് പറ്റില്ല അത്. വെരി ഇൻട്രസ്റ്റിംഗ് ടെക്സ്ചർ അല്ലേ? Yes. Yum. ഇത് ഭയങ്കര ക്രിസ്പിയാണ്. ഈ ഔട്ടർ പാർട്ട് My She doesn't like ഭയങ്കര ക്രിസ്പി. chocolate. yeah. Like, No, for me my verdict is the last one. My goodness, that was है ना? मुझे नहीं पसंद. दिखाएगा. ये भी. No, I want something chocolate. ഓ ദിസ് ഈസ് സോ ഗുഡ്. Very chocolatey. You want or no? ഓ Ah, പൊളി സാധനം കേട്ടാ. I got something chocolate, very chocolate. that is that disc. Oh, that was very yum. I am shooting them first, then I will eat. Before when I go, I think it will be finished. Yes. For Both are in a competition. Down layer is really good. എന്താണിത്? अभी शायद तू मेरे पास രണ്ടെണ്ണം സൈലന്റ് ആയിട്ട് അടിച്ചു വിടുന്നുണ്ടോ? രണ്ടിനെ അനക്കം പോലും ഇല്ല. They are both In a mission. engrossed. Mission. Both are in mission. Yes. Mission Impossible. ഓ ഓക്കെ അടിപൊളി സാധനം. സൂപ്പർ സാധനം. ഇത് വെളിയിൽ കോൺഫ്ലേക്സ് ആണോ? വെളിയിൽ കോൺഫ്ലേക്സ് ആണോ? ക്രിസ്പിനെസ് കിട്ടുന്നത്. I think എന്തോ കോൺഫ്ലേക്സ് വെച്ച് കോട്ട് ചെയ്ത്. You're too full to eat, no? But chocolate, no? So, അടിപൊളി സാധനം ഗൈസ്, ഒന്നും പറയാനില്ല. സൂപ്പർ സാധനം. ഹാപ്പി ബർത്ത്ഡേ സനു. എൻ്റെ പേരാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ആരുടെയോ ബർത്ത്ഡേ കേക്കാണ് ഗൈസ് എൻ്റെ പേരിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഹാപ്പിയായി. കുറേ നാൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ് ആംസ്റ്റർഡാം പീപ്പിൾ. എല്ലാവരും സേ ഹൈ ടു മൈ വ്ലോഗ് ഗൈസ്. അപ്പോൾ എല്ലാവരും പോവുകയാണ്, ഒരു 2 ദിവസം കഴിയുമ്പോൾ പോവും. അപ്പം ഇനി മിസ്റ്റർ നിതീഷ് ബ്രോ ഒരു ചാനൽ തുടങ്ങാനൊക്കെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. ആംസ്റ്റർഡാമിലെ മലയാളിയൊക്കെ ഒരു സുവർണ അവസരമാണ് ഗൈസ്. എൻ്റെ അണ്ണ ഇൻ ആംസ്റ്റർഡാം എന്ന് പേരിട്ട് പുള്ളി റൈഡിങ്ങും ബഹളങ്ങളൊക്കെ ആയിരിക്കും. സോ ഞാൻ ലിങ്ക് ഇടാം എന്തെങ്കിലും തുടങ്ങുമ്പോൾ. സോ ലെറ്റ്സ് സീ. അപ്പം ഗൈസ് നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ മോട്ടോ ഇൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറേ നാളായി ഗൈസ് അവരെ കണ്ടിട്ട്. ഈ ഫോട്ടോസൊക്കെ കണ്ടാണ് ഞാൻ കുറേ വർഷമല്ല, ഒരു 4-5 ഇയേഴ്സ് ബാക്കിലുള്ള ഫോട്ടോസൊക്കെയാണ് അവരെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇറ്റ് ഫെൽറ്റ് ഗുഡ് ബിക്കോസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ളവരായിരുന്നു ഈ ഒരു ഗ്രൂപ്പ്. അപ്പം വെരി ഹാപ്പി ഫോർ ദം എല്ലാ കാര്യങ്ങളിലും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സാഗർ അച്ഛനാവാൻ പോകുന്നു. അവർ ആംസ്റ്റർഡാമിൽ സെറ്റിൽഡാണ്. നാട്ടിലായിരുന്നു അവർ, കൊച്ചിയിലായിരുന്നു. അപ്പം അവരിപ്പോൾ ആംസ്റ്റർഡാമിൽ സ്വന്തം വീടൊക്കെ വാങ്ങിച്ച് സെറ്റാവാനുള്ള പരിപാടിയിലാണ്. സോ എല്ലാവരും വെരി പ്രോഗ്രസ്ഡ് ഇൻ ലൈഫ്. അപ്പം ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്ന കേസ്. അപ്പം കുറ്റം ഇതൊന്നുമില്ല, നമ്മൾ അടിയൊക്കെ കൂടുമെന്നുണ്ടെങ്കിലും വെരി ഹാപ്പി ഫോർ അവരുടെ ഒരു ഗ്രോത്തിനും സന്തോഷത്തിനും ഒക്കെ ആയിട്ട്. സോ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ കാണുമ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും ഒരു വില ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ചിലപ്പം അതും ശരിയായിരിക്കും, അത് കാരണൂടെ. പക്ഷേ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് കുറച്ച് പണ്ടേ പ്രശ്നമാണ്. ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ് പണ്ട് മുതലേ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അവരുടെ ലൈഫ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും കാണുമ്പം ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. നമ്മളെല്ലാം മറന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇറ്റ് ഫീൽസ് ഗുഡ്. അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. സോ ഐ എൻജോയ് ദെയർ കമ്പനി നല്ലപോലെ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ചത്, അവർ പോകുന്നതിന് മുമ്പേ ഇന്നങ്ങ് കണ്ടേക്കാന്ന്. അപ്പം മിക്കവാറും 2 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും.
അപ്പം പറ്റുമെങ്കിൽ അതിന് മുമ്പേ ഫ്രീ ആണെങ്കിൽ അവർക്ക് ഒരു ബിരിയാണി ഫാൻസാണ് അവർ. അപ്പം ഫ്രീ ആണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ ഇവരെ വിളിച്ചിട്ട് വീണ്ടും. പണ്ട് ഈദിന് ലാസ്റ്റ് ടൈം നമ്മൾ ബിരിയാണി ഒരു ഗെറ്റ് ടുഗദർ അടിച്ചത് എനിക്കൊന്ന് ഈദിനായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് ബിരിയാണിയിലും ചിക്കൻ ഫ്രൈഡേ ഒക്കെ ഫാനായി, ബീഫ് ഫ്രൈഡേ ഒക്കെ. അപ്പം നോക്കാം ഗൈസ്, ഇപ്രാവശ്യം അവർക്ക് ടൈം ഉണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പേ നമുക്കത് സെറ്റാക്കാം. പക്ഷേ വെരി ഹാപ്പി ഗൈസ്. കുറച്ച് ഞാൻ നല്ല ഒറ്റയ്ക്ക് ബോറടിച്ച് പ്രാന്തനായിട്ടിരിക്കുകയായിരുന്നു. സോ താങ്ക്സ് ടു ദം ഓൾസോ എന്നെ വെളിയിൽ ഇറക്കിയതിന്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ വ്ളോഗ് ഇനി ആക്റ്റീവ് ആവും പയ്യെ. ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ജിമ്മ് തുടങ്ങണം, ഡയറ്റ് തുടങ്ങണം. സോ ഫുഡ് വ്ളോഗൊക്കെ വളരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അധികം ജങ്ക് കഴിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ മുതലേ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ്സ് ഈ ഗൈസ്. കഴിക്കണേ തന്നെ ഏതെങ്കിലും ഒരു ഡിഷോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഇനി ഒന്ന് വെച്ചാൽ കാർത്തി കഴിക്കണ പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങ് നിർത്താം. അതായിരിക്കും നല്ലത്. അപ്പോൾ ശരി ഗൈസ്, ടേക്ക് കെയർ, ലവ് യു ആൾ, മിസ് യു, ബൈ, ഗുഡ് നൈറ്റ്.